ഹായ് ഹലോ ഗീസ്, അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലെ ആറാട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏട്ടനും അച്ഛനും ആദ്യം തന്നെ ബൈക്കിൽ പോയി, ഞാനും അമ്മയും കൂടെ നടന്നു വരാമെന്ന് പറഞ്ഞു. വീടൊക്കെ പൂട്ടുന്നതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു. പകുതിയായപ്പോൾ ഏട്ടൻ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞും ഏട്ടനും കൂടെ വണ്ടിയിൽ, അമ്മയും എൻ്റെ മാമനും കൂടെ പുറകിൽ വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തുടങ്ങിയോ ഇല്ലയെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുമായിരുന്നു. അങ്ങനെ അവർ പുറകിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ അതും വീഡിയോ എടുത്തു. ഞാൻ ഇടയ്ക്ക് നോക്കിയത് അവർ എന്ത് ചെയ്യുന്നു. അവരും പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് പറയിടിക്കണം. അപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു വഴിപാടായിരുന്നു അവളെയും കൊണ്ട് പറയിടിപ്പിക്കണമെന്ന്. അങ്ങനെ ഇന്ന് അവളെയും പൊക്കി പിടിച്ച് അവൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ കുത്തിപ്പൊക്കി. അങ്ങനെ ഞങ്ങളുടെ കടയിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ഹോസ്പിറ്റലാട്ടോ. ഇത് 24 hours ഓപ്പണാണ്. അങ്ങനെ ഞങ്ങൾ റോഡിലിറങ്ങി. എനിക്ക് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുക, പിന്നെയും വീഡിയോ ഇടണ്ടേന്ന് വെച്ചിട്ടാണ്. അപ്പം റോഡിൽ ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആനയുടെ വണ്ടി, പിന്നെ ഇതിൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ കടയിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കടയിൽ വന്നു. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ അങ്കിളാണ് കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള അങ്കിളാണ്. പിന്നെ അവിടെ അമ്മ അച്ഛനൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഓർത്തെന്നാൽ ഒന്ന് നടക്കിയത് ഇവിടെ വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ആ ഒരു ചേച്ചിയുടെ മോളും കൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടു സൈഡിൽ എല്ലാവരും പറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ് കേട്ടോ, വാഴപ്പിണ്ടി വെച്ചിട്ട്. അതെല്ലാം ഞാനും പാറുനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ വീട്ടിൽ ഭയങ്കര വെട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പം ചേട്ടന് ഞാൻ കണ്ടില്ല വന്നു. അപ്പോൾ ഏട്ടൻ ഞാനിവിടെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനും വന്നു. ഇത് കേട്ടോ ഞങ്ങളുടെ മെയിൻ കടയാണ് കേട്ടോ. ഇവിടുത്തെ പൊറോട്ടയും കറി സൂപ്പറാണ്. എല്ലാവരും അവിടെ കയറി ഒന്ന് കഴിക്കാൻ ശ്രമിക്കണം, നമ്മുടെ കവിയിലുള്ള ആൾക്കാരൊക്കെ കേട്ടോ. അങ്ങനെ വേണ്ടി ഇവിടെയുണ്ട് പറ, ഇവിടെ ഒത്തിരി പറയുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഞാലിയിലമ്പലം എന്ന് പറയുന്നത്. എൻ്റെ കല്യാണം നടന്ന അമ്പലമാണ്. ഭയങ്കരമായിട്ട് അലങ്കരിച്ച് അടിപൊളിയാണ്. നെക്സ്റ്റ് ഇവിടുത്തെ ഉത്സവമാണ് കേട്ടോ. ഇവിടെ 26-ാം തീയതി കൊടി കയറും. അന്ന് ഞങ്ങളുടെ തിരുവാതിര 8 മണിക്കുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ അതിനും വരണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എന്താ ഭയങ്കര അലങ്കാരങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു. ഭയങ്കര സെറ്റായിട്ട് ഇതുവരെയും കാണാത്ത രീതി ഈ വട്ടം ഭയങ്കര ഉത്സവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു സൈഡിൽ ഓമും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പടക്കം പൊട്ടുന്ന എടുക്കുകയെന്ന് വെച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ മാത്രം പടക്കം പൊട്ടിയില്ല. പിന്നെ ഞാൻ എന്നോട് ചോദിച്ചു ഇവിടെ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെയൊക്കെ കണ്ടു. അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കടയിൽ വന്നിട്ട് കേട്ടോ ഒരുങ്ങിയത്. അതിൻ്റെ ഷോയാണ് കാണിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ കട. ഇവിടെ പിന്നെ ചേട്ടനുണ്ട്. അതാട്ടോ ഞങ്ങളുടെ എൻ്റെ മാമൻ. ബന്ധമെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ലോങ്ങാണ്. അങ്ങനെ ഇതാണ് കേട്ടോ കവീരമ്പലം. അവിടെ ഉണ്ട് പറയും കാര്യങ്ങളും. ഓരോരുത്തർ ഓമൊക്കെ വരയ്ക്കുന്നുണ്ട്. ഞങ്ങൾ കവീരമ്പലത്തിൽ ഒന്ന് റൗണ്ടൊക്കെ ഒന്ന് അടിച്ച് ഞങ്ങൾ ചുമ്മാ തിരിച്ച് വന്ന് അവിടെ ബാലയും കാര്യങ്ങളും എന്തൊക്കെയോ നടക്കുന്നു. ഞങ്ങൾ അകത്തോട്ട് പോകുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ, പൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് പകുതിയാകാറായപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ കാണാൻ പോയായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് കത്തിച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ. പിന്നെ അവിടെ ഭജനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞിന് ഇച്ചിരി വഴക്കുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടും പടക്കം പൊട്ടുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിക്കുന്ന ഞങ്ങൾക്ക് കേട്ടോ. അവരുമായിട്ട് ഏട്ടൻ അങ്ങനെ സംസാരിച്ച് നിന്നു. പിന്നെ ബാല കാണാൻ പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പം ഞാനും ചേട്ടനും മാമനും കൂടെ കേട്ടോ പോയത്. ഞങ്ങൾ 3 പേരും കൂടെ പോയത്. അങ്ങനെ അവിടെ ചെന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ബാല ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ കയറി. എന്തൊക്കെയോ അവിടെ ഭയങ്കര നാഗവല്ലിയോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളായിരുന്നു. അങ്ങനെ അതും കണ്ടു. കുറേ നേരം അതും കണ്ടു. എന്തൊക്കെയോ അവർ ബാല കാണിക്കുന്നു, ഞാനും എന്തൊക്കെയോ എനിക്ക് മനസ്സിലാത്ത രീതി ഞാനും എന്തൊക്കെയോ കണ്ടു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു പുതിയൊരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. ഭയങ്കര ആളായിരുന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല. ഞങ്ങൾ തിരിച്ച് കടയിലോട്ടെത്തി. പറ എത്താറായെന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ വിളിച്ചായിരുന്നു. തിരിച്ചു വാ, പറ എത്താറായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും തിരിച്ച് നടന്ന് എത്തുമായിരുന്നു. പിന്നെ അവർ കൂട്ടിന് അവിടെ നടക്കുകയും കാര്യങ്ങളും. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ ഫ്രണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് കടയിൽ വന്നു. അച്ഛനും അമ്മയൊക്കെ പുറത്തിരിക്കുമായിരുന്നു. അത് നമുക്ക് അറിയാവുന്നൊരു ചേട്ടനാണ് കേട്ടോ, സുജിത്ത് എന്ന് പറയും. ചേട്ടനും ചേട്ടൻ്റെ വൈഫും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കടയുടെ അവിടെ എത്തി കേട്ടോ. പറയും കാര്യങ്ങളും ഒക്കെ, ആനയും താലപ്പൊലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ അടുത്തോട്ട് കേട്ടോ പറ വരുന്നത്. അങ്ങനെ പാറും എൻ്റെ അച്ഛനും എല്ലാം അവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അവൾക്കിങ്ങനെ പറ വാരാൻ വേണ്ടിയുള്ള തര ഇങ്ങനെ നിൽക്കുകയാണ്.
അങ്ങനെ ഭഗവാനൊക്കെ വന്നു, പറയിട്ടു. ഏട്ടനും ഉണ്ടായിരുന്നു, അവൾക്കും ഉണ്ടായിരുന്നു, അച്ഛൻ്റെ വകയായിരുന്നു. അങ്ങനെ പാറും അങ്ങനെ പറയൊക്കെ ഇട്ട് വാരി. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നല്ല സങ്കടവും തോന്നി, സന്തോഷവും തോന്നി. അവൾ വന്ന പിന്നെ ഭയങ്കര സെറ്റാണ് കേട്ടോ. അവളെ ഒരു മിനിറ്റ് പോലും കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു രീതിയിൽ വളർന്നു വരട്ടെ എന്നൊക്കെ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ അവൾ അതൊക്കെ അങ്ങനെ സെറ്റായി. പിന്നെ ഏട്ടനാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് പുള്ളി പറയിടുന്നത്. അതുകൊണ്ട് ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്നായിട്ടിരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ കേട്ടോ. അപ്പോഴും എനിക്ക് അവർ രണ്ടുപേരും ഭയങ്കര സെറ്റായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കണമെന്നാണ്. വഴക്കും കാര്യങ്ങളും ഇല്ലാത്ത ലൈഫില്ല, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. പോട്ടെ, അതൊക്കെ വേറെ കാര്യം. പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ അതും കഴിഞ്ഞ് പറയൊക്കെ ഇട്ടു. കുറേ നേരം ഭഗവാന്റെ ദർശനം കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒത്തിരി നേരം നമ്മുടെ കട ഇട്ട് കഴിഞ്ഞ് 2-3 കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹം കിട്ടി. ഒത്തിരി നേരം അവിടെ നിൽക്കാൻ സാധിച്ചു. ആരൊക്കെയോ അവിടെ പറഞ്ഞു, നമ്മുടെ കടയുടെ ഭാഗത്ത് നമ്മൾ മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു. ഒത്തിരി നേരം അവിടെ നിന്നു, ഒത്തിരി നേരം തൊഴാൻ പറ്റി, നല്ല നല്ല കാര്യങ്ങൾ കാണാൻ പറ്റി. അങ്ങനെ പറയാൻ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി ഭഗവാന്മാർ തിരിച്ച് അവരുടെ വഴിയിലൂടെ പോവാണ്. 4 ആന ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എന്തോ ഗുരുവായൂരിൽ നിന്നെന്തോ വന്നതാണ്, ഇന്ദ്രൻസ് അങ്ങനെ എന്തോ ആണ് പേര്. എന്തായാലും ഭഗവാനൊക്കെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ, സി യു.